ഹായ്, എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അതുപോലെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയാണ്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ പച്ചമരുന്നുകൾ യാതൊരു വക ശരീരത്തിന് സൈഡ് എഫക്റ്റും ഉള്ള ഒരു സാധനമല്ല. കുറച്ച് പേര് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കിഡ്നി അടിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ. അല്ല, കുറേ പേര് പറഞ്ഞു, ചേച്ചി പറഞ്ഞ ഈ കാര്യങ്ങൾ നല്ല വീഡിയോയാണ്, ഇനി ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യണമെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവരോടും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവരുടെ ഒരു സംശയമോ അത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ സംശയമോ ഉള്ളവരെന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കണം, ഡോക്ടറെ ഇന്നത് പോണക്ക് പച്ചമരുന്ന് കഴിച്ചാൽ എൻ്റെ ശരീരത്തിന് അല്ല എൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് വളരെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടേ നിങ്ങൾ കഴിക്കാവുള്ളൂ. ജസ്റ്റ് ഞാൻ പറയുന്ന വീഡിയോയുടെ കാര്യം മാത്രമല്ല, പൊതുവേ എല്ലാവരും ഇതുപോലെ ആയുർവേദത്തിൻ്റേത് അല്ല പച്ചമരുന്നിൻ്റെ വീഡിയോകൾ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയം, എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ കാണുന്ന ഡോക്ടേഴ്സിനോട് ചോദിക്കണം, ഞാൻ ഇന്ന പച്ചമരുന്ന് കഴിച്ചതുകൊണ്ട് എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആയുർവേദ ഡോക്ടറോട് തന്നെ ചോദിക്കണം, ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, എനിക്ക് ഇന്ന രോഗമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സംശയം തീർത്തതിന് ശേഷം മാത്രമേ ആര് പറയുന്ന പച്ചമരുന്നായിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോമിയോ ആയിക്കോട്ടെ നിങ്ങൾ കഴിക്കാവുള്ളൂ. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ മാത്രമാണ്. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് പറയുന്നവർക്ക് ആർക്കും യാതൊരു കുഴപ്പമില്ല. അവർ പറയും, അവർ പോകും. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോടും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം നിങ്ങൾ ഡോക്ടറുടെയൊക്കെ ചോദിച്ചതിന് ശേഷമേ നിങ്ങൾ ഈ മരുന്നുകൾ കഴിക്കാവുള്ളൂ. പിന്നെ അലോപ്പതി കഴിക്കുന്നവരാ നിങ്ങളെങ്കിൽ ആ ഡോക്ടറോടും ചോദിക്കുക. പക്ഷേ ഏത് പച്ചമരുന്നും അതിൻ്റേതായ ഗുണങ്ങളെ നമുക്ക് ശരീരത്തിന് തരത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു ദോഷഫലങ്ങൾ ഉണ്ടാകത്തില്ല പച്ചമരുന്ന് കൊണ്ട്. അപ്പം ഇത് നിങ്ങൾക്കിപ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ചുമ്മാ 2-3 ഇല വായിലിട്ട് ചവച്ചരച്ച് തന്നാൽ അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഈ പച്ചമരുന്നെന്ന് പറയുന്ന ഒരു സാധനം. ഈ പച്ചമരുന്ന് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചായിട്ടറിയാവോ? പിന്നെ വല്ല ഉൾക്കാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മരങ്ങളുടെ ചില ഇലകൾക്ക് വിഷാംശമുണ്ട്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആന്തരിക അവയവങ്ങൾ അടിച്ചു പോകും, അല്ലെങ്കിൽ നമുക്ക് വിഷബാധ ഏറ്റത് പോണക്കത്തെ അവസ്ഥകളൊക്കെ നമ്മുടെ ശരീരത്തിനുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പച്ചമരുന്നുകൾ കഴിക്കാവുള്ളൂ കേട്ടോ. പിന്നെയും ഞാൻ പറയുന്നു, പച്ചമരുന്ന് ഒരിക്കലും നമ്മുടെ ശരീരത്തിനൊരു ദോഷമല്ല. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ചുമയൊരു ഭയങ്കര വിഷയമാണ്. ചുമയും ആ കൂട്ടത്തിൽ കഫക്കെട്ടും പിന്നെ തലയ്ക്കകത്ത് വേദനയും. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പനി എവിടുന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ മതി, അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കുത്തിയുള്ള ചുമയും ഭയങ്കര കഫക്കെട്ട്. കഫം എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മഞ്ഞ കളറായിട്ട് അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇത് കാർക്കിച്ചിങ്ങനെ തുപ്പിയാൽ പോലും പോകത്തില്ലാത്ത അത്ര അസ്വസ്ഥ. പിന്നെ ഇങ്ങനെ നെറുകയുടെ ഭാഗത്തും എല്ലാം ഇങ്ങനെ കഫം കെട്ടിക്കിടന്നിട്ട് നമുക്ക് കണ്ണ് തുറക്കാൻ മേലാത്ത തലവേദന. ഞാൻ ഒരുപാട് മരുന്നുകൾ ഞാൻ ഇതിനെല്ലാം മേടിച്ചിട്ടൊന്നും എനിക്ക് ഒരാശ്വാസവും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഇവിടുന്ന് മാറിപ്പോയൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ ആ ഡോക്ടറെ വിളിച്ചിട്ട് ആ ഡോക്ടർ പറയുന്നൊരു മെഡിസിൻ കഴിച്ചാണ് എനിക്കൊരാശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസമാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു രജനി, നിങ്ങൾ ഈ മരുന്നൊന്ന് കഴിച്ചു നോക്കിക്കുക, യാതൊരു വക സൈഡ് എഫക്റ്റും ഇല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വരെ ഒന്ന് വന്നപ്പോഴാണ് ഈ പച്ചമരുന്ന് കണ്ടപ്പോഴാണ് പറഞ്ഞത്, ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നു. പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ ചുമച്ച് ഇങ്ങനെ തലയ്ക്കിങ്ങനെ കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് എന്നോട് പറഞ്ഞു, ഇതൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ടാട്ടെ എന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, അത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ആ സാധനങ്ങളെല്ലാം നിങ്ങളെ എടുത്ത് വിറക്കി കൊണ്ടുവന്ന് കാണിച്ചിട്ട് അത്രയും സമയം വലിച്ചു നീട്ടി നിങ്ങളുടെ സമയം കളയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ എളുപ്പം എന്ന് പറയാം, നമ്മുടെ വീട്ടിലുള്ള ചുമന്നുള്ളിയല്ലേ, അല്ലെ ചെറിയുള്ളി, സവോള എടുക്കരുത് കേട്ടോ. ഉള്ളി ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ പോയി സവോള എടുത്തതിൻ്റെ ഗുണം കിട്ടത്തില്ല. നമ്മുടെ വീട്ടിലുള്ള ഈ ചെറിയ ഉള്ളി, അതായത് ഉള്ളി എടുക്കുക, അതായത് 1 കൈയോ 2 കൈയോ നിങ്ങൾക്ക് ഉള്ളിയുടെ അളവ് അനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. എടുത്തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തെ തൊലി മാത്രമേ കളയുള്ളൂ. എന്ന് വെച്ചാൽ സിൽക്ക് പോണിരിക്കുന്ന തൊലിയില്ലേ, ആ തൊലി മാത്രം പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തേച്ചും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഇടികല്ലെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഇടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇടികല്ലില്ലെങ്കിൽ മറ്റേ മിക്സിയിലിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് കറക്കിയിട്ട്
ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ നീര് മുഴുവനും എടുക്കുക. ഇനി അഥവാ നീര് കുറവാണെന്നും പറഞ്ഞുകൊണ്ട് വല്ല ചെറു ചൂടുവെള്ളം ഒഴിക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കരുത് കേട്ടോ. കിട്ടുന്ന നീര് മാത്രം മതി. ആ നീര് ഞെക്കി പിഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പം പച്ചമരുന്ന് കണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. മറ്റൊന്നുമല്ല, നമ്മുടെ പനിക്കൂർക്കയുടെ ഇല. പനിക്കൂർക്കയുടെ ഇല എന്ത് ചെയ്യണം, ഒരു ഏറ്റവും മേളിൽ നിന്ന് ഉള്ളതിൻ്റെ രണ്ടാമത് മൂന്നാമത് നിൽക്കുന്നത് എന്ന് വെച്ചാൽ തളിരിലയാകുകയും ചെയ്യരുത്, ഒത്തിരി മൂത്തും പോകരുത്. അപ്പോൾ അതൊരു 2 or 3 ഇല എടുത്തിട്ട് ഒരു ഈർക്കിലിയിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് പയ്യെ അതിൻ്റെ പുറത്ത് വെച്ചൊന്ന് ചൂടാക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒന്നിങ്ങനെ എളുപ്പം മുക്കുക, എളുപ്പം തന്നെ പൊക്കിയെടുക്കുക. എന്ന് വെച്ചിട്ട് ആ വെള്ളമയമെല്ലാം നല്ലൊരു തുണി കൊണ്ട് ഒപ്പിക്കളയണം ഇതേ പറ്റിയിരിക്കുന്നത്. എന്നിട്ട് അതും ഞെക്കി പിഴിഞ്ഞാൽ ഉള്ള നീര് മുഴുവനെയും ഉള്ളിയുടെ നീരിലോട്ട് ഒഴിക്കണം. എന്നുവെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെറുതേൻ കാണും. ഏറ്റവും നല്ലത് ചെറുതേനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉറപ്പുള്ളിടത്തുനിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും തന്നോ അല്ല നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ചെറുതേനാണെങ്കിൽ എടുക്കുക. ഇനിയിപ്പോൾ അഥവാ ചെറുതേൻ ഇല്ല എങ്കിൽ മാത്രമേ അല്ലാത്ത തേൻ എടുക്കാവുള്ളൂ കേട്ടോ. അതും 1 സ്പൂൺ ഇതിൻ്റെ കൂടെ ഒഴിക്കുക. പൊടിച്ച കുരുമുളക് പൊടി ഇപ്പം നിങ്ങളുടെ വീട്ടിലില്ലാത്തവരാരും കാണില്ലല്ലോ. കുരുമുളക് ഇല്ലാത്തവർ ഒരു മനുഷ്യരും കാണത്തില്ല വീട്ടിൽ. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ, ഇതിനെല്ലാം അപ്പോഴത്തേനും നമ്മൾ ഇടിച്ച് വിഴിഞ്ഞൊക്കെ വെച്ചേക്കുമല്ലേ, ഇത് രാവിലെ വെറും വയറ്റിൽ 1 സ്പൂണ്, നല്ലൊരു മുഴുത്ത സ്പൂണിന്, ടേബിൾ സ്പൂണിന് 1 സ്പൂൺ വെറും വയറ്റിൽ കഴിക്കുക. അതുപോലെ ഉച്ചയ്ക്ക് 1 സ്പൂൺ കഴിക്കുക, രാത്രി കിടക്കാൻ നേരത്തെ 1 സ്പൂൺ കഴിക്കുക. ഇത് ചുമയുടെയും കഫക്കെട്ടിൻ്റെ ആരംഭമുള്ളെങ്കിൽ ഈ 3 നേരം മാത്രം കഴിച്ചാൽ മതി. അതല്ല എന്നെപ്പോണൊക്കെ 4-5 ദിവസമായി ചുമയും കഫക്കെട്ടും വന്നിട്ട് നമ്മൾ കുറേ മെഡിസിനൊക്കെ കഴിച്ചിട്ട് മാറാത്തവരാണെങ്കിൽ 3 ദിവസം ഇതുപോലെ നിങ്ങൾ കഴിക്കണം. അതിലൊരു മാറ്റവും വരുത്തരുത് കേട്ടോ. ഇതുകൊണ്ട് ശരീരത്തിന് ഒരു ദോഷവും ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പം ഇതിന് ചെറിയുള്ളി മാത്രമേ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് കുഞ്ഞുങ്ങൾക്കാ കൊടുക്കുന്നെങ്കിലുണ്ടല്ലോ, കുരുമുളകിൻ്റെ ഒരു ഇച്ചിരി അളവ് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവർക്ക് എരിവ് കാരണം അവർക്കത് കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇത് കുഞ്ഞുങ്ങൾക്കാണേലും വളരെയധികം നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക്, ഒരു 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്താലും അവർക്കൊരു എരിവൊക്കെ വരും. അതുകൊണ്ട് 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് കൊടുക്കുമ്പം ഈ കുരുമുളകിൻ്റെ പൊടി ഒഴിവാക്കിയിട്ട് മാത്രം കൊടുക്കുക. അല്ലാതെ കൊടുത്താലും ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാവേ, ചുമയ്ക്ക് ഇതെപ്പോഴും എല്ലാവർക്കും ഉണ്ടാക്കി ഇതിങ്ങനെ വെക്കാൻ പറ്റത്തില്ല. ഇത് രാവിലെ ഉണ്ടാക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഈ ഉള്ളിയും പനിക്കൂർക്കയുടെയും കൂടെ ചെയ്ത മിശ്രിതം, അത് 3 നേരത്തേന് മാത്രമേ എടുക്കാവുള്ളൂ. അത് പിറ്റേ ദിവസവും വെച്ചിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി ചേരുന്നതുകൊണ്ട് ഇത് വളിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അന്നത്തേനുള്ളത് മാത്രമേ നിങ്ങൾ ഉണ്ടാക്കാവുള്ളൂ. പിറ്റേ ദിവസത്തേനുള്ള, അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസത്തേനുള്ളത് 3 നേരത്തേനുള്ളത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അല്ല ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഒന്നും വെച്ചേക്കരുത് കേട്ടോ. വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗുണം പോയി. നമ്മൾ അന്നേരം ഉണ്ടാക്കി അന്നേരം കഴിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാവേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമയ്ക്ക്, ഈ കുത്തിയുള്ള ചുമയ്ക്കുണ്ടല്ലോ ഒരു പൊടിയുണ്ട്, ആ പൊടിയുടെയും കൂടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാവേ. അത് നമ്മൾ ഉണ്ടാക്കി ഒരു ടിന്നിൻ്റെ അകത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇത്തിരിച്ചേ കഴിക്കുന്നത് വളരെയധികം നല്ല. അത് ചെറിയ ടീസ്പൂണും കൊണ്ട് ചുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ അങ്ങാടിയിൽ നിന്ന് മേടിക്കുക. അങ്ങാടിപ്പെട്ടിയിൽ നിന്ന് ഒരു 50 ഗ്രാമോ 100 ഗ്രാമോ ചുക്ക് മേടിച്ചിട്ട്, ചുക്കൊക്കെ ഇപ്പം മഴക്കാലം സമയമൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ ചെറിയ തണുപ്പൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഇടികല്ലേ വെച്ചൊന്ന് നന്നായിട്ട് ഇടിക്കുക. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം. ആ ഒപ്പം തന്നെ എന്ത് കാണിക്കണം, നമ്മുടെ വീട്ടിൽ കുരുമുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയേ ചേർക്കാവുള്ളൂ. അതല്ല കുരുമുളക് പൊടിയില്ലെങ്കിൽ ഈ ചുക്കിൻ്റെ അളവ് എന്തോരമാണോ ഏകദേശം ആ അളവ് തന്നെ നിങ്ങൾ കുരുമുളക് പൊടിയും കൂടി എടുക്കുക. ആ കൂട്ടത്തിലുണ്ടല്ലോ നമ്മൾ ഈ അങ്ങാടിപ്പെട്ടിയിൽ നിന്ന് ഞാൻ ചുക്ക് മേടിക്കാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ചുക്കിൻ്റെ കൂടെ ഒരിത്തിരി തിപ്പിലിയും കൂടെ മേടിച്ചോണം, തിപ്പിലി. അപ്പം ഇതെന്ത് ചെയ്യണം, ഈ ചുക്കൊന്ന് പൊടിച്ചു കഴിഞ്ഞ് മിക്സിയിലിട്ടിട്ട് ആ ഒപ്പം കുരുമുളക് പൊടിയിൽ കുരുമുളകും കൂടെ ഇട്ട് ഈ തിപ്പിലിയും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ പനങ്കൽക്കണ്ടം, പഞ്ചസാര വേണ്ട, ശർക്കര വേണ്ട കേട്ടോ, കരിപ്പട്ടിയും വേണ്ട, നമ്മുടെ പനങ്കൽക്കണ്ടം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പൊടിച്ചേച്ചിട്ട് നിങ്ങളിതൊരു ടിന്നിലിട്ടിട്ട് സമയത്ത് ഒരു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുത്തി ഒരു ചുമ വരത്തില്ലേ, അപ്പോൾ ഇതൊന്നെടുത്തൊന്ന് കഴിച്ച് നോക്കിക്കേ. വളരെയധികം നല്ലതാണ്. അതുപോലെ ഒരു ജലദോഷമോ ചെറിയൊരു പനിയുടെ കോളോ ഒക്കെ ഉള്ളപ്പോഴത്തേനും ഇത് ആരംഭത്തിൽ തന്നെ കഴിച്ചാൽ നമുക്കിത് അന്നേരെ തന്നെ മാറിക്കിട്ടും. ഇപ്പം ഈ കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് എല്ലാ വീട്ടിലും പനിയും ജലദോഷവും വൈറൽ ഫീവറും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒന്ന് വന്ന് പോയതേ ഉള്ളൂ, ദിവസങ്ങൾ ഞങ്ങൾ ഇതും കൊണ്ടൊക്കെ ഇരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കി ഒരു ടിന്നിൻ്റെ അകത്തിട്ട് വെച്ചോ. വലിയ കാശ് മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോന്നേ. ഇപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ചുമയും കഫക്കെട്ടും എൻ്റെ ഈ കൂട്ടുകാർ പറഞ്ഞു തന്ന
ഈ ഉള്ളിയുടെയും ഈ പനിക്കൂർക്കയുടെ ഇലയും കൊണ്ടാകട്ടോ എനിക്ക് നന്നായിട്ട് മാറിയത്. ഇപ്പം എനിക്കോ ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പം ഈ മരുന്നൊന്നും കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല. ഇത് അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ആ കൂട്ടത്തിൽ ഇത് കഴിച്ചാലും യാതൊരു വക പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറിക്കാണും. അപ്പം സംശയം മാറാത്തവരെന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.